ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലേശ്ശേരി. ഇസ്രയേലുമായി അമേരിക്കയുടെ മീഡിയേഷനിൽ ഒരു സീസ് ഫയർ ഡീലിൽ എത്തിച്ചേർന്നു എന്നാണ് ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ അൽ ജസീറയോടും റോയിറ്റേഴ്സിനോടുമൊക്കെ പറഞ്ഞു. അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഡിനൈ ചെയ്ത ഈ അവകാശവാദം പ്രകാരം അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൻ്റെ ബന്ധികളെ ഒരു പ്രത്യേക പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്യുവാനായി സമ്മതിച്ചു എന്നാണ്. അതായത് ജീവനുള്ള 10 ബന്ദികളാണ് ഇസ്രായേലിൻ്റെതായി അവരുടെ ഉള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബാക്കിയുള്ളത് മരിച്ചവരാണ്. അപ്പം ജീവനുള്ള 5 ബന്ദികളെ അവർ ആദ്യം റിലീസ് ചെയ്യുന്നു, പിന്നീട് ഡെഡ് ബോഡികൾ റിലീസ് ചെയ്യുന്നു, പിന്നീട് ഈ പാക്കേജിൻ്റെ അവസാന ഭാഗത്തായി ബാക്കിയുള്ള 5 ജീവനുള്ള ബന്ദികളെ കൂടി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ജീവനുള്ള ബന്ദികളെ കയ്യിലിരുന്നാലേ അവർക്ക് ബലമുള്ളൂ എന്നവർക്കറിയാം. അതുകൊണ്ട് ജീവനുള്ള 5 ബന്ദികളെ ഈ പാക്കേജിൻ്റെ ആദ്യവും അവസാനവുമായി റിലീസ് ചെയ്യും. ഈ പാക്കേജിന് മൊത്തമായിട്ട് അവർ അവകാശപ്പെടുന്ന ലെങ്ത് 70 ദിവസത്തെ ട്രൂസാണ്. അപ്പോൾ ഈ 70 ദിവസത്തെ ട്രൂസിനുള്ളിൽ ഇസ്രായേൽ സേന പൂർണ്ണമായും പുറത്തു പോകണം എന്ന ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ മുഴുവൻ ബന്ദികളെയും കൈമാറും. 70 ദിവസത്തെ ട്രൂസ്, ആ 70 ദിവസത്തെ ട്രൂസിനുള്ളിലൂടെ മുഴുവൻ ഇസ്രായേൽ സേനയും ഗാസ വിട്ട് പുറത്തു പോകും. അപ്പോൾ അതിലൂടെ ഇവർ മൊത്തം അവരുടെ കയ്യിലുള്ള 58 ബന്ദികളിൽ 10 എണ്ണത്തിന് ജീവനുണ്ട്. ആ 10 ജീവനുള്ള ബന്ദികളിൽ 5 പേരെ ആദ്യത്തെ ഹാഫിലും അല്ലെങ്കിൽ തുടക്കത്തിലും, പിന്നീട് ഡെഡ് ബോഡികളും, അവസാനം 5 ഡെഡ് ബോഡികൾ ജീവനുള്ള ബന്ദികളെയും കൈമാറാമെന്ന് സംബന്ധിച്ചാണ് ഹമാസിൻ്റെ ഈ സ്പോക്സ് പേഴ്സൺ അവകാശപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് അമേരിക്കയും ഇസ്രയേലും ഇതിനെ പൂർണ്ണമായും നിരാകരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ട്രൂസിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് അമേരിക്കയും ഇസ്രയേലും പറയുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ട്രൂസിൽ എത്തിയിട്ടുണ്ടാവാം. ആ ട്രൂസ് പൊളിക്കാനുള്ള ഒരു ശ്രമമാവാനും മതി ഈ ഒരു പ്രസ്താവന എന്നും മാധ്യമങ്ങളിൽ ചെറിയ സൂചന കാണുന്നുണ്ട്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഹമാസിൻ്റെ തന്നെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആൾ, ഇദ്ദേഹമല്ല വേറൊരാൾ, കുറേ കൂടെ ഒഫീഷ്യൽ സ്ട്രെങ്ത് പറഞ്ഞത് ഈ ഗാസയുടെ 77% ഇപ്പോൾ ഇസ്രായേലിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് എന്നാണ്. അതായത് ഗാസ സ്ട്രിപ്പിൻ്റെ 77%, ഓൾമോസ്റ്റ് 5/4 ഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഹമാസ് കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു എന്ന് ഹമാസ് തന്നെ പ്രസ്താവിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഇനി ഒരു 20% റീജിയൻ കൂടി. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഇത് പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കിയത് എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്ര ഹെവി ആയിട്ടുള്ള ബോംബിങ് ഈ മെയ് മാസം 5-ാം തീയതി മുതൽ ഇസ്രായേൽ നടത്തിപ്പോരുന്നത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം ആളുകൾ നിൽക്കുന്ന റീജിയണിലേക്ക് ഇസ്രായേലിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഈ 80% ഭാഗം ഇസ്രായേലിൻ്റെ കീഴിൽ വന്നു എന്ന് പറയുമ്പോൾ അത് ആളില്ലാത്ത പ്രദേശങ്ങളാവാൻ സാധ്യതയില്ല. ആളില്ലാത്ത പ്രദേശം എന്ന് പറയുന്നത് വടക്കൻ ഭാഗം മാത്രമാണ്. അത് ഏകദേശം 50% വരുന്ന ഭാഗമാണ്. പിന്നീട് ആളുള്ള പ്രദേശത്തിനകത്തുകൂടി ആ മൊത്തം ആളുള്ള പ്രദേശത്തിൻ്റെ നല്ലൊരു ഭാഗവും എന്ന് പറഞ്ഞാൽ മൊത്തം ഗാസയുടെ 80%. അപ്പോൾ ഈ 50%-ൻ്റെ 1/5 എന്ന് പറയുമ്പോഴേക്കും 50%-നകത്ത് ആളുള്ള ഭാഗത്തിൻ്റെ ബഹുഭൂരിഭാഗം മേഖലയും ഇസ്രായേൽ നിയന്ത്രണത്തിലായി എന്ന് പറയുമ്പം ഇസ്രായേൽ പട്ടാളം പാലസ്തീനികളുടെ ഇടയിൽ, പാലസ്തീൻ അറബ്സിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള ഹമാസിനെ ഫിൽട്ടർ ചെയ്ത് പുറത്താക്കി അല്ലെങ്കിൽ കൊന്ന് ഒഴിവാക്കി ഈ സേന മുന്നേറുകയാണ്. അപ്പോൾ ഈ സേനയുടെ കീഴിൽ വരുന്ന ജനം, ആ ജനത്തിനിടയിൽ ഹമാസ് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് മുന്നേറുന്നത്. കാരണം ഹമാസ് ഗറില്ലാക്രമണങ്ങൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴും ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനുള്ള റിസ്ക് എന്ന് പറയുന്നത് ഗറില്ല ഓപ്പറേഷൻ വഴി ഇസ്രായേൽ പട്ടാളത്തിന് ഹെവി കാഷ്വാലിറ്റി ഇൻഫ്ലിക്റ്റ് ചെയ്യുവാൻ ഹമാസിന് സാധിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ പട്ടാളം വളരെ കെയർഫുൾ ആയിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അവരുടെ ഒരു സാർജൻറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസം അവർ സമ്മതിച്ചത് 21 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഇവർ മുന്നേറുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഈ ഹമാസ് ആക്രമിക്കുകയും സ്വാഭാവികമായിട്ടും ആളുകൾ മറന്നു നിൽക്കുന്നത് കൊണ്ട് ഈ IDF ഒരു മയം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന സംഗതി. അപ്പോൾ മയം കാണിക്കുന്ന പരിപാടി അവരെ കൊണ്ട് നിർത്തുകയും ആളുകളുടെ പിന്നിലാണ് ഗറില്ല ഒളിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭീകരൻ ഒളിച്ചിരിക്കുന്നതെങ്കിൽ ആളുകളടക്കം പോട്ടെ ഭീകരനും പോട്ടെ എന്ന നിലയിലുള്ള ആക്രമണം നടത്തി മുന്നേറുന്നത് കൊണ്ടാണ് ഇത്രയും ഹെവി കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഒരിക്കൽ പോലും അവരുടെ യുദ്ധ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന നേട്ടങ്ങളെക്കുറിച്ച് ഒരിടത്തും ബോസ്റ്റ് ചെയ്യാറില്ല. കാരണം അവർ ബോസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മുമ്പിൽ അവകാശവാദം നടത്താൻ വേണ്ടിയോ അല്ലല്ലോ അവർ ഈ പ്രവർത്തനം നടത്തുന്നത് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല.
അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതിൽ ശരിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയല്ലാതെ അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് അവർക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട. കാരണം അവർ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാനാവില്ല. മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ രാജ്യത്തിൻ്റെ പ്രസ്റ്റീജിന് വേണ്ടിയോ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല, അവരുടെ ജീവൻ, ശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഈ പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്തുള്ള അച്ചീവ്മെൻറ്റ്, ഞങ്ങൾ ഇത്ര ഹമാസുകാരനെ ഇന്നും കൊന്നിട്ടുണ്ട്, ഇതാ ഹമാസുകാരൻ്റെ തല ഇതാ, ഇമാതിരിയുള്ള പരിപാടികളോ ഷോയോ ഒന്നും നടത്താൻ അവരുദ്ദേശിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഹമാസ് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ഈ പാലസ്റ്റീന റീജിയൻ്റെ അല്ലെങ്കിൽ ഗസ റീജിയൻ്റെ 80% ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. എന്ന് പറഞ്ഞാൽ ഇനി വളരെ ചെറിയൊരു റീജിയനിൽ മാത്രമാണ് ഹമാസിൻ്റെ പ്രസൻസ് ഉള്ളത് ആളുകളുടെ ഇടയിൽ. ബാക്കി ആളുകളും പൂർണ്ണമായും ഫിൽട്ടർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു, അരിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അരിച്ചെടുത്ത് ഹമാസ് ഇല്ല എന്ന നിലയിൽ മുൻപോട്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇവരെ ഇത്തരത്തിലുള്ളൊരു ഡീലിനെ സംബന്ധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം, ഈ പട്ടാളം പൂർണ്ണമായും പിൻവാങ്ങിക്കൊണ്ടുള്ള ഡീലിന് ഇസ്രായേൽ സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഹമാസിനെ ഏതാണ്ട് ഒഴിവാക്കി പരിപൂർണതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരവിടുന്ന് മിലിറ്ററിയെ പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ബന്ദികളെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ ഇസ്രായേൽ പരിപൂർണമായ വെടിനിർത്തലും സമ്മതിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരോടത് പിൻവാങ്ങാമെന്ന് പറഞ്ഞത് സമ്മതിക്കാൻ യാതൊരു സാധ്യതയില്ല. അവർ പിൻവാങ്ങാനൊരു സാധ്യതയില്ല. ബാക്കി 20% റീജിയനും കൂടി അവർ ഫിൽട്ടർ ചെയ്ത് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു അന്താരാഷ്ട്ര സഹായവും ഇല്ലാതെ അവരുടെ സ്വന്തം കെൽപ്പ് കൊണ്ട് ഹമാസിനെ പരിപൂർണമായും അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി ഗസയുടെ നിയന്ത്രണം 100% ഇസ്രായേലിൻ്റെ കയ്യിൽ വരാനാണ് സാധ്യത. ഇന്നലെ ഇസ്രായേലിൽ ജെറുസലേമിൽ വലിയ പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബെൻഗ്വീർ എന്ന് പറയുന്ന എക്സ്ട്രീം വലതുപക്ഷക്കാരനായ മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് പ്രകടനങ്ങൾ നടന്നിട്ടുള്ളത്. ആ പ്രകടനങ്ങളിൽ അവർ വിളിച്ചു പറഞ്ഞത് ഗസയുടെ പരിപൂർണ്ണ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ജെറുസലേമിൻ്റെ നിയന്ത്രണം എങ്ങനെയാണോ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്, അതേപോലെ തന്നെ ഗസയുടെ നിയന്ത്രണവും പരിപൂർണമായും ഇസ്രായേൽ എടുക്കുകയാണ്. ജെറുസലേമിൻ്റെ നിയന്ത്രണം, അതിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ 1967 ഏറ്റെടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളെ ഇസ്രായേൽ അവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. അപ്പോൾ അവിടെ മുസ്ലിം റീജിയൻസ് ഉണ്ട്. ആ ജെറുസലേമിൻ്റെ ചില ഭാഗങ്ങൾ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. ആ മുസ്ലിം റീജിയനിലൂടെയാണ് ഇവർ ഒരു പർട്ടിക്കുലർ ഡേയിൽ എല്ലാ വർഷവും അവർ ചെയ്യാറുണ്ട് ഒരു വലിയ പ്രകടനം നടത്തും. ഇത് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിൽ അവർ ഗസ ഈസ് അണ്ടർ അവർ കൺട്രോൾ, ഗസ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഗസയുടെ നിയന്ത്രണം ഏതാണ്ട് പരിപൂർണമായും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം ഓൾറെഡി ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഈ ഗസയുടെ നിയന്ത്രണവും പരിപൂർണമായി ഇസ്രായേലിൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതോടെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ, പാലസ്റ്റീനും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പ്രദേശവും വരുന്ന റീജിയൻ്റെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് ഒതുങ്ങി വരികയാണ്. അപ്പോൾ അതിനിടയിലൂടെ ഹമാസ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു IDF പിടിച്ചെടുത്ത ഒരു ടണൽ, ആ ടണൽ പരിശോധിച്ചപ്പോൾ കുറച്ച് സീക്രട്ട് ഡോക്യുമെൻറ്റ്സ് റിവീൽ ചെയ്യപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ജേർണലിനകത്ത് കൃത്യമായ വിവരങ്ങൾ, എന്തിനാണ് ഇവർ ഒക്ടോബർ 7, 2023 ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണ പ്രവർത്തനങ്ങൾ കാണിച്ചത് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള റീസൺ പറയുന്ന ഒരു രേഖയാണിത്. ഈ രേഖാപ്രകാരം ഇത് യാഹ്യ സിൻവാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയാണ്. കാരണം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ഒരു പാക്റ്റിൽ എത്തിച്ചേരുന്നതിൻ്റെ ബ്രിമ്മിലായിരുന്നു. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ വളരെ ഡീപ്പായിട്ട് നെഗോസിയേഷൻസ് നടക്കുകയും അബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമായി തീരാൻ സൗദി അറേബ്യ സമ്മതിക്കുകയും ചെയ്ത ഒരു ബ്രിമ്മിലാണ് ആ അക്കോർഡിൽ സൗദി അറേബ്യ ചേരുന്നതിനെ തടയുക എന്നുള്ള യാഹ്യ സിൻവാറിൻ്റെ ചെറിയ ബുദ്ധിയിൽ ഉദിച്ച ഒരു വലിയ സംഗതിയാണ് ഈ ഇസ്രായേൽ കടന്നു കയറുക എന്നുള്ള കാര്യം എന്നുള്ളതാണ്. അത് സെപ്റ്റംബർ 23 അതിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നതായി ഈ രേഖാപ്രകാരം തെളിയുന്നത്. ഈ മീറ്റിങ്ങിൽ വെച്ച് ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നു കയറാൻ തീരുമാനിക്കുകയും അതിന് ഇറാനിലുള്ള നേതൃത്വത്തിൻ്റെ അനുവാദം വാങ്ങിയെടുക്കുകയും ഹിസ്ബുള്ളയുടെയും മറ്റും സഹായം തേടിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഇതിനകത്ത് ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഇറാൻ ഈ സംഗതിക്ക് അനുവാദം കൊടുക്കുകയും അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചതായും ഇതേ ഡോക്യുമെന്റിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. ഹിസ്ബുള്ള നേതൃത്വവും ഇതേ ആശങ്ക, അതായത് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ ശരിയായ കാര്യം, ആവശ്യമുള്ള കാര്യം. കാരണം സൗദി അറേബ്യ ഈ ഒരു സംഗതിയിൽ വന്നാൽ എൻ്റയർ അറബ് നേഷൻസ് ഇസ്രായേലുമായി ബന്ധത്തിൽ വരികയും, കാരണം സുന്നി രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സൗദി അറേബ്യയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഴുവൻ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി നല്ല ബന്ധത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ ഇസ്രായേൽ നല്ല ബന്ധത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി പാലസ്തീനിയൻ കോസ് എന്ന് പറയുന്നത് അനൾ ചെയ്യപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ഇല്ലാതായി പോവുകയും പാലസ്തീൻ രാജ്യത്തിനുള്ള ഒരു ഹോപ്പ് എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും എന്നുള്ള ഈ പാലസ്തീനിയൻ തീവ്രവാദികളുടെ ഒരു ഭയം, ആ ഭയത്തിൻ്റെ ഭാഗമായി സൗദി അറേബ്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഇറാന് 100% ബോധ്യമുള്ള കാര്യമാണ്. അപ്പം ആ ഒരു സംഗതിയുടെ പുറത്തേക്ക് നീണ്ടുപോകുമോ എന്ന ഭയം ഇറാനും ഹിസ്ബുള്ളയും പ്രകടിപ്പിച്ചതായി ഈ രേഖാപ്രകാരം തെളിയുന്നുണ്ട്. അപ്പം ഇറാനാണ് ഇതിൻ്റെ തലതൊട്ടപ്പൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ വയ്ക്കാൻ ഇസ്രായേലിന് ഹെൽപ്പ് നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ റിലീസ് ചെയ്യപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നു കയറുകയും അക്രമ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത കാര്യം നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ വഴി നിശ്ചയമായും അവർ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു. അവർ ഉദ്ദേശിച്ചത് സൗദി അറേബ്യയെ ഈ എഗ്രിമെൻ്റ് ടോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് പൂർണ്ണമായി നടന്നു. ഇപ്പോൾ സൗദി അറേബ്യയുടെ സ്റ്റാൻഡ് ഈ ഗസയിലെ മിലിറ്ററി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെന്നുള്ള ഒരു താല്പര്യം സൗദി അറേബ്യ അമേരിക്കയുടെ മുൻപിൽ അറബ് അക്കോർഡിൽ ചേരണമെങ്കിൽ ഒരു കണ്ടീഷനായി വെച്ചിട്ടുള്ളതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യ ആ ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ യുദ്ധത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇറാനും ഹിസ്ബുള്ളയും അന്ന് പ്രകടിപ്പിച്ച ആ ഒരു ഉത്കണ്ഠ, ഇത് അവിടെ നിൽക്കുമോ എന്നുള്ള ഉത്കണ്ഠ, അത് യാഹ്യ സിൻവാറിൻ്റെ ചെറിയ ബുദ്ധിക്കകത്ത് കത്താത്ത കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ബുദ്ധി കത്താതെ പോയതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇല്ലാതായി പോയത്. അത് അദ്ദേഹത്തിൻ്റെ ചെറിയ ബുദ്ധിയിൽ അത് കത്താതെ പോയതുകൊണ്ടാണ് ഇറാൻ ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന അവരുടെ മിസൈൽ സ്റ്റേഷൻസ് മുഴുവനും ഇസ്രായേൽ അടിച്ച് തകർത്ത് അവരുടെ എയർ ഡോമിനൻസ്, അല്ലെങ്കിൽ എയർ ഡോമിനൻസ് ഒന്നുമില്ല, എന്നാൽ എയർ കേപ്പബിലിറ്റി എന്ന് തല്ലി തകർത്ത് കളഞ്ഞത്. സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിക്ക് ഭരണം നഷ്ടപ്പെട്ടത്, സിറിയയുടെയും ലെബനോണിൻ്റെയും മുകളിൽ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം വന്നത്, ഈ ഇറാഖിലായിക്കൊള്ളട്ടെ ഹിസ്ബുള്ളയുടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നത് തല്ലി തകർത്ത് കളഞ്ഞത്, സർവോപരി പാലസ്തീനിൽ അവരുടെ തന്നെ കണക്ക് പ്രകാരം 54,000-ഓളം മനുഷ്യർ മരിച്ചുപോയിട്ട്. ഇതൊക്കെ ആ യാഹ്യ സിൻവാറിൻ്റെ ഭയങ്കരമായ ബുദ്ധിയിൽ ഉദിച്ച ഈ ഒരു സംഗതിയുടെ കോൺസിക്വൻസ് ആണ്. ഇനി ഈ താൽക്കാലികമായിട്ട് സൗദി അറേബ്യ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചെങ്കിലും ട്രംപിൻ്റെ ഈ വിസിറ്റിൻ്റെ ആത്യന്തിക ഫലം എന്ന നിലയിൽ നിശ്ചയമായി സൗദി അറേബ്യ ഈ ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ വരികയും അതോടെ എല്ലാ സുന്നി രാജ്യങ്ങളും, സൗദി അറേബ്യയും അടക്കമുള്ള എല്ലാ സുന്നി രാജ്യങ്ങളും ഇസ്രായേലുമായി അവരുടെ റിലേഷൻസ് നോർമലൈസ് ചെയ്യും എന്നുള്ളത് ഏതാണ്ട് 100% ഉറപ്പാണ്. ഇപ്പോൾ യാഹ്യ സിൻവാർ കടന്നൽക്കൂട്ടിൽ കടന്നു കയറുന്ന കൊണ്ട് കൈയിടുന്നത് പോലത്തെ ഒരു പ്രവൃത്തി ചെയ്യുക വഴി അദ്ദേഹം നഷ്ടം വരുത്തിയത് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഒരു ബുദ്ധിയില്ലാത്ത നേതാവിനെ, തലയ്ക്കകത്ത് ചോറില്ലാത്ത ഒരുത്തനെ ഒരു സമൂഹം നേതാവായി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിനുണ്ടാകാവുന്ന നഷ്ടം എന്താണ് എന്നുള്ളത് ചരിത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് യാഹ്യ സിൻവാറിനെ നേതാവായി സ്വീകരിച്ച ഗാസയിലെ ജനത ചെയ്ത കാര്യം. അവരുടെ 54,000 മനുഷ്യരാണ് അവരുടെ കണക്ക് പ്രകാരം ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഒരു 20,000-ലധികം ആളുകൾ കണക്കിൽപ്പെടാതെയും തീർന്നു പോയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം മനുഷ്യർ അവരുടെ നോർമൽ ലൈഫ് നഷ്ടപ്പെട്ട രീതിയിൽ അവർ അംഗഭംഗം വന്നവരോ പരിക്കേറ്റവരോ ആണ്. ഇത് മുഴുവൻ ഈ യാഹ്യ സിൻവാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന ഈ ഒരു സംഭവത്തിൻ്റെ കോൺസിക്വൻസ് ആണ്. ഇപ്പോൾ ഒരു ഭരണാധികാരിയെ സെലക്ട് ചെയ്യുമ്പം മനുഷ്യർ എത്രത്തോളം ചിന്തിക്കേണ്ടവരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഒരു സംഗതി എന്ന്, അല്ലെങ്കിൽ ലോകത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു പാഠമാണ് എന്നുള്ളത് ഒരു തെളിവായി ഇത് സ്വീകരിക്കാവുന്നതാണ്. അതിനിടയിലൂടെ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഖജ ആസിഫ് പറഞ്ഞതായി പറയുന്ന ഒരു മനോഹരമായ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ പ്രകാരം അദ്ദേഹം പറയുന്നത്, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അവർ ലോകത്തിലെ സൗഹൃദത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ നല്ല നിലയിൽ കഴിയുന്ന രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് അവരുടെ ജോലി. 100 വർഷമായിട്ട് അവർ ചെയ്യുന്ന പണിയാണിത്. കാരണം അവരുടെ രാജ്യത്തെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. അങ്ങനെ ആളുകളെ തമ്മിലടിപ്പിച്ച ആയുധ കച്ചവടം നടത്തി തിന്നുകൊഴുത്ത് വീർത്ത ഒരു ഭീകരനാണ് അമേരിക്ക എന്ന് ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ട്രംപിന് ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം അത് കാണേണ്ട വീഡിയോ ആണ്.
കാരണം ഇദ്ദേഹം പറയുന്നത് അഫ്ഗാനിസ്ഥാനെ പോലെ നിരവധി രാജ്യങ്ങളെ പട്ടിണിയിലാക്കിയത് അമേരിക്കയാണെന്നും അവിടെ നിന്ന് ചോർത്തിക്കൊണ്ടുപോയ പണം കൊണ്ടാണ് അമേരിക്ക ജീവിക്കുന്നതെന്നുമാണ് ഈ ഖ്വാജ ആസിഫ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിന് ഡേറ്റ് വന്നിട്ടില്ല. ഇത് മിക്കവാറും ഇന്ത്യ പാകിസ്ഥാൻ വഴക്കിന് മുൻപ് ഇദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ആവാനാണ് സാധ്യത. ഒരു ആൻറ്റി അമേരിക്കൻ വീഡിയോ ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ സംഗതി ആവാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ട്രംപ് ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനിടയിലൂടെ പാകിസ്ഥാനെ വല്ലാതെ സൂചിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. അവർ മീഡിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലാതെ പാകിസ്ഥാൻ കീഴടങ്ങിയതല്ല. പാകിസ്ഥാൻ കീഴടങ്ങിയതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് ട്രംപ് ഇതിനകത്ത് ഞാൻ മീഡിയേറ്റ് ചെയ്ത് ഇത് ചെയ്തതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ അത് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ഇദ്ദേഹം വന്നിട്ടൊന്നുമല്ല, പാകിസ്ഥാൻ വന്ന് കരഞ്ഞതുകൊണ്ടാണ് നമ്മൾ ട്രൂസിന് സമ്മതിച്ചത് എന്നുള്ളത് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിന് യാതൊരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇദ്ദേഹം വീണ്ടും പാകിസ്ഥാനെ പുകഴ്ത്തിയത്. അദ്ദേഹം ഈ അടുത്ത് 4 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ ഒരു പ്രസംഗത്തിനകത്ത് പറയുന്നത് പാകിസ്ഥാനുള്ള ജനങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, പാകിസ്ഥാൻ ഭരണകൂടം ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ഇങ്ങനത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും അവർ ഈ കാര്യം തിരിച്ചറിഞ്ഞതും കൂടി അദ്ദേഹം തിരിച്ചറിയുന്നത് നല്ലതാണ്.